നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ദിവസവും രാവിലെ ഉണർന്ന ഉടൻ തന്നെ ചൊല്ലേണ്ട ഒരു 4 വരി മഹാമന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. ഈ മന്ത്രം നമ്മൾ ദിവസവും ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ഈ മന്ത്രം നമ്മൾ നിത്യേന ജപിക്കുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുമെന്നെല്ലാം നമുക്ക് തുടർന്ന് കാണാവുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നത് മഹാലക്ഷ്മി ദേവിയാണെന്ന് നമുക്കറിയാം. ഈ മഹാലക്ഷ്മി ദേവിയെ നമ്മൾ എങ്ങനെയാണ് വഴിപാട് ചെയ്യുന്നത്, ഏതു മന്ത്രം ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത്? ഒരുപാട് മഹാമന്ത്രങ്ങൾ മഹാലക്ഷ്മി ദേവിക്കുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ വഴിപാടുകൾ എന്ന് പറഞ്ഞു തന്നെ നമ്മൾ തന്നെ കുറേയേറെ വീഡിയോകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും പലരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ പണം നിൽക്കുന്നില്ല, എത്ര തന്നെ സമ്പാദിച്ചാലും 1 രൂപ പോലും മാസാവസാനം കാണുവാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പണം എടുക്കുവാൻ സാധിക്കുന്നില്ല, മാത്രമല്ല നമ്മുടെ പേഴ്സുകളിലോ അതല്ല നമ്മുടെ വീടുകളിലോ 1 രൂപ പോലും എടുത്തു വയ്ക്കുവാൻ സാധിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വിഷമം പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാര മാർഗമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്ന മന്ത്രം എന്ന് പറയുന്നത്. സാധാരണ ലക്ഷ്മി ദേവി എവിടെയും തന്നെ സ്ഥിരമായി തങ്ങാറില്ല എന്ന് നമുക്കറിയാം. പണം എന്നത് മഹാലക്ഷ്മി ദേവിയുടെ മറുരൂപം തന്നെയാണ്. ഈ പണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇന്നുണ്ടെങ്കിൽ നാളെ അതുണ്ടാകില്ല. അതുപോലെ തന്നെയാണ് മഹാലക്ഷ്മി ദേവിയും. മഹാലക്ഷ്മി ദേവി ഏതൊരു സ്ഥലത്തും നിരന്തരമായി തങ്ങില്ല. അതിനാൽ നമ്മുടെ വീടുകളിൽ മഹാലക്ഷ്മി ദേവി നിരന്തരമായി തങ്ങുവാനും മഹാലക്ഷ്മി ദേവിയുടെ പരിപൂർണ അനുഗ്രഹം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുവാനും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. മാത്രമല്ല നമ്മൾ ദിവസവും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായ ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാം, ഇതുപോലുള്ള മന്ത്രജപങ്ങൾ ചൊല്ലിയിട്ടും താന്ത്രികങ്ങൾ ചെയ്തിട്ടും നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നത് കൊണ്ട് ഒരിക്കലും നമ്മളെ തേടി പണം വരില്ല. നമ്മുടെ പല വീഡിയോകളിലൂടെയും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ചിലർ ചോദിക്കും, നിങ്ങൾ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്താലോ, അതല്ലെങ്കിൽ സ്വിച്ച് വേർഡുകൾ ചൊല്ലിയാലോ, താന്ത്രികങ്ങൾ ചെയ്താലോ, വഴിപാടുകൾ ചെയ്താലോ എന്നെ തേടി എങ്ങനെയാണ് പണം വരുന്നത് എന്ന്. ഒരിക്കലും നമ്മളെ തേടി ആ രീതിയിൽ പണം വരില്ല. നമുക്ക് പണം വരുവാനുള്ള സ്രോതസ്സുകൾ തുറന്നു കിട്ടും എന്നല്ലാതെ, അതായത് ഒരു വഴികാട്ടിയായി നമുക്ക് മാറും എന്നല്ലാതെ, നമ്മളെ തേടി നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് മന്ത്രം ജപിച്ചു എന്നെ തേടി പണം വരും എന്ന് പറഞ്ഞ് ആരും തന്നെ ഇരിക്കരുത്. അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുകയും ചെയ്യരുത്. ഒരാളുടെ ജീവിതത്തിലെ പണക്കഷ്ടം മാറണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടായിരിക്കണം. ഇതാണ് പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം. അത് നമ്മൾ തൊഴിൽ ചെയ്യുകയാണെങ്കിലും അതല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് ജോലിക്ക് പോവുകയാണെങ്കിലും അതല്ല നമുക്ക് എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ നേടുവാൻ സാധിക്കും. ഒരു ബിസിനസ് മുഖാന്തരമോ അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുഖാന്തരമോ നമുക്കൊരു നല്ല നേട്ടങ്ങൾ നേടുവാൻ സാധിക്കും. നേരായ വഴിയിലൂടെ പണം സമ്പാദിക്കുവാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും അതിനൊന്നും തന്നെ ഒരു ഫലവും കിട്ടുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്നവരാണ് ഇതുപോലുള്ള വഴിപാടുകളും താന്ത്രികങ്ങളും പ്രാർത്ഥനകളും എല്ലാം ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ദൈവം തന്നെ, അതായത് നമ്മൾ ഈ മന്ത്രം ഏത് മന്ത്രങ്ങൾ ജപിക്കുകയാണെങ്കിലും ആരുടെ മന്ത്രങ്ങൾ ജപിക്കുകയാണെങ്കിലും നിങ്ങൾ വിശ്വസിച്ച് ചൊല്ലുന്ന ആ മന്ത്രങ്ങൾ ആ ദൈവം നിങ്ങൾക്ക് ഒരു വഴി തുറന്നു കാട്ടിത്തരും. ഉദാഹരണത്തിന് ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടിയാൽ തന്നെ വളരെ വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് അതിലൂടെ വരുമാനവും തേടിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്ക് ചില സമയത്ത് തൊഴിൽ നല്ല പീക്ക് ലെവലിൽ പോയിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് തന്നെ അത് ഡൗൺ ആകുവാനും സാധിക്കും. അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ, അതായത് ഒരു മാറ്റത്തിൽ നിന്ന് നമുക്ക് അടുത്ത മാറ്റങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ വീടുള്ളവർക്ക് വലിയ വീട് ആഗ്രഹമുണ്ടായിരിക്കും, ഒരു വലിയ വീടുള്ളവർക്ക് ഒരു കാർ ആഗ്രഹമുണ്ടായിരിക്കും, ഒരു ചെറിയ കാറുള്ളവർക്ക് ഒരു വലിയ കാർ ആഗ്രഹമുണ്ടായിരിക്കും. ഇങ്ങനെ ആഗ്രഹങ്ങളും നമ്മുടെ വരുമാനത്തിനൊത്ത് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമാനത്തെ കൂട്ടിയെടുക്കുവാൻ സാധിക്കുവാനാണ് നമ്മൾ ഇതുപോലുള്ള മന്ത്രങ്ങളും വഴിപാടുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും സ്വിച്ച് വേർഡുകളും പൂജകളും താന്ത്രികങ്ങളും എല്ലാം ചെയ്യുന്നത്. അതിനാൽ തന്നെ പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതുപോലുള്ള വഴിപാടുകൾ ചെയ്യുവാൻ ശ്രമിക്കുക, മന്ത്രങ്ങൾ ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്താണ് മന്ത്രം എന്ന് കാണാം. ഈ മന്ത്രം എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നും കാണാം. ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മഹാലക്ഷ്മി ദേവിയുടെ 4 വരി മന്ത്രം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയത്ത് ചെയ്തു തുടങ്ങാവുന്നതാണ്. അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് വൈകുന്നേരം 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയത്ത് നമ്മൾ മഹാലക്ഷ്മി
മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ച് ഈ മന്ത്രം നമുക്ക് 108 തവണ ജപിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം 8 to 9:17 വരെയുള്ള സമയമെന്ന് പറയുന്നത് കടങ്ങളെ ഇല്ലാതാക്കുവാനുള്ള അതിവിശേഷപ്പെട്ട മുഹൂർത്തമായ മൈത്രേയ മുഹൂർത്ത സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 സമയവും ചേർന്ന് വരുന്ന ഈ ഒരു സുദിനത്തിൽ നിങ്ങൾക്ക് ഈ മന്ത്രം 108 തവണ ചൊല്ലാവുന്നതാണ്. ഈ മന്ത്രം ചൊല്ലുന്നതിന് മുന്നേ തന്നെ നമ്മൾ വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും മനസ്സിൽ വിചാരിച്ച് അവരുടെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവരുടെ മന്ത്രങ്ങൾ ജപിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഈ 108 പ്രാവശ്യം ഈ 4 വരി മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി എപ്പോഴെല്ലാം തുടർച്ചയായി ചൊല്ലണമെന്നാൽ ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ മന്ത്രം ജപിച്ചു, അതല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അതിൻ്റെ അടുത്തു വരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിലോ പൗർണമി ദിവസങ്ങളിലോ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലി തുടങ്ങാവുന്നതാണ്. നിങ്ങൾ എപ്പോൾ ചൊല്ലി തുടങ്ങുകയാണെങ്കിലും മഹാലക്ഷ്മി ദേവിയുടെ മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ച് വെച്ചുകൊണ്ട് ആദ്യ ദിവസം നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. പിന്നെ അതിനുശേഷം നാളെ, അതായത് ശനിയാഴ്ച രാവിലെ നമ്മൾ ഉണർന്ന ഉടൻ തന്നെ ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളം കൈയാണ് നോക്കേണ്ടത്. അത് ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ്. ഇങ്ങനെ നോക്കി നമ്മുടെ മനസ്സിലെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ മുൻപിലേക്ക് സമർപ്പിച്ച ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് 21 തവണ ചൊല്ലാം. നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തുടങ്ങുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലേണ്ടത് 108 തവണയും പിറ്റേന്ന് മുതൽക്ക് നമ്മൾ അതിരാവിലെ എണീറ്റ ഉടൻ തന്നെ ഈ മന്ത്രം ചൊല്ലുമ്പോൾ 21 തവണയുമാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ല, നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിയുടെ മുൻപിൽ പൂജകൾ ചെയ്യുമ്പോൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഈ മന്ത്രം ചൊല്ലണമെന്നുണ്ടെങ്കിലും അതും വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ ദീപം തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലുമ്പോൾ 108 തവണ തന്നെ ചൊല്ലുവാനായിട്ടും ശ്രമിക്കുക. ഇപ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന അടുത്ത സംശയം എന്ന് പറയുന്നത് രാവിലെ ഉണർന്ന ഉടൻ മഹാലക്ഷ്മി ദേവിയുടെ ഈ മന്ത്രം നമുക്ക് ചൊല്ലാമോ? കാരണം കുളിച്ചിട്ട് പോലും ഉണ്ടാകില്ലല്ലോ. നമ്മൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കുളിച്ചിട്ടുണ്ടാകില്ല, ഈ മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ചൊല്ലാവുന്നതാണ്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ആദ്യ ദിവസം ഈ മന്ത്രം ചൊല്ലുമ്പോൾ അതിൻ്റെ ശരിയായ രീതിയിൽ നെയ്ദീപം തെളിയിച്ച് നമ്മൾ ഈ മന്ത്രം ചൊല്ലണമെന്നും പിന്നീട് തുടർച്ചയായി 48 ദിവസം നമ്മൾ ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് കുളിക്കണം എന്ന് പോലും നിർബന്ധമില്ല എന്നും. അതായത് നമ്മൾ രാവിലെ ഉണർന്ന ഉടൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഇത്. ഇനി സ്ത്രീകൾ പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ചൊല്ലാമോ എന്ന് ചോദിക്കും. സ്ത്രീകൾ പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിൽ 7 ദിവസം കഴിച്ച് വീണ്ടും നമുക്ക് 48 ദിവസം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലെ സ്ത്രീകൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലെ പുരുഷന്മാർക്കും ഈ മന്ത്രം ചൊല്ലിക്കൊടുത്ത് അവരോടും ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് പറയുക. നമ്മുടെ വീട്ടിലെ സർവ്വ ഐശ്വര്യം വന്നു ചേരുവാനായിട്ടുള്ള മന്ത്രമാണ് ഇത്. മന്ത്രം ഞാൻ ഇവിടെ പറയാം. 2-3 തവണ ചൊല്ലുമ്പോഴേക്കും ഇത് മനഃപ്പാഠമാകുന്നതായിരിക്കും. അപ്പോൾ മന്ത്രം ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്. ഓം മഹാലക്ഷ്മി നമോ നമ, ഓം വിഷ്ണുപ്രിയ നമോ നമ, ഓം ധനപ്രദായൈ നമോ നമ, ഓം വിശ്വജനന്യൈ നമോ നമ. ഓം മഹാലക്ഷ്മി നമോ നമ, ഓം വിഷ്ണുപ്രിയായൈ നമോ നമ, ഓം ധനപ്രദായൈ നമോ നമ, ഓം വിശ്വജനന്യൈ നമോ നമ. വിഷ്ണു ഭഗവാന്റെ പ്രിയപത്നിയും ധനങ്ങളെ പ്രദാനം ചെയ്യുന്ന, അതായത് ധനത്തിൻ്റെ അധിപ എന്നറിയപ്പെടുന്നതും മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ കാത്തുരക്ഷിക്കുന്നതുമായ മഹാലക്ഷ്മി ദേവിയെ അമ്മേ അങ്ങയെ സ്തുതിക്കുന്നു അല്ലെങ്കിൽ അങ്ങയെ നമിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു മന്ത്രമാണ് ഇത്. നിങ്ങൾ ഒരു തവണ ചൊല്ലുമ്പോഴേക്കും ഒരിക്കലും ഫലം കിട്ടില്ല. തുടർച്ചയായി 48 ദിവസം ചൊല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ പണം വന്നു ചേരുകയും അതുപോലെ തന്നെ പാഴ് ചിലവുകൾ കുറയുകയും നമുക്ക് പണം വരുവാനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും നിങ്ങൾക്ക് കിട്ടാനുള്ള പണങ്ങൾ നിങ്ങളെ തേടി വരികയും ചെയ്യുന്നതായിരിക്കും. വെറും 3 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഈ മന്ത്രത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. എങ്കിലും 48 ദിവസം നിങ്ങൾ തുടർച്ചയായി ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും. അഷ്ടലക്ഷ്മികളുടെയും അനുഗ്രഹത്തിനായി ഈ മന്ത്രം ഇന്ന് മുതൽക്കേ ജപിച്ചു തുടങ്ങുക. നാളെ മുതൽ രാവിലെ ഉണർന്ന ഉടൻ തന്നെയും ഈ മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ ഇന്ന് മുതൽ നിങ്ങൾ മനസ്സിൽ എഴുതി വയ്ക്കുക, നിങ്ങളുടെ പണക്കഷ്ടങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തീർന്നു കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും ഈ മന്ത്രം ജപിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള താന്ത്രികങ്ങൾ, വഴിപാടുകൾ
ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് ബോർഡുകൾ എന്നിവയെക്കുറിച്ച് അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.